ഹായ്, ഞാനിവിടെ വന്നത് ഒരു സ്പാമിനെ പറ്റി പറയാനാണ്. എയർടെലിൻ്റെ ഒരു സ്പാം. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എയർടെലിൻ്റെ ഒരു ഓഫറാണ്. 350 രൂപയ്ക്ക് പുറത്ത് റീചാർജ് ചെയ്യുന്ന എല്ലാവർക്കും അൺലിമിറ്റഡ് 5G എന്നൊരു ഓഫർ. അങ്ങനെ ഓഫർ കണ്ടിട്ട് റീചാർജ് ചെയ്തൊരു വ്യക്തിയാണ് ഞാനും. അതായത് ഏകദേശം ഒരു 1 ഇയറായിട്ട് 350 രൂപയുടെ പുറത്താണ് ഞാൻ റീചാർജ് ചെയ്യാറുള്ളത്. അത് ഒരു സ്പാമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് 1 വർഷം വേണ്ടി വന്നു. ഏകദേശം ഒരു 1 മന്ത് വരെ ഞാൻ ആ ഓഫർ 5G അൺലിമിറ്റഡ് 5G എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ആ ഓഫർ ഒരു സ്പാമായി മാറിയിരിക്കുകയാണ്. അതായത് ഞാനിപ്പോൾ ഉള്ള കേരളത്തിലാണ്. അറിയാം, നമുക്ക് എയർടെൽ തുടങ്ങിയ എല്ലാ നെറ്റ്വർക്കും 5G ആണ് അവരുടെ ആഡിലും എല്ലാം നമ്മൾക്ക് തരുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പാം എവിടെയാണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു ആളുകളെ പറ്റിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ 350 രൂപ പുറത്ത് റീചാർജ് ചെയ്യണം എന്നുള്ള ഒരു പരസ്യം കാണുമ്പോഴത്തേക്ക് പോയി നമ്മളെല്ലാം പോയി റീചാർജ് ചെയ്യും. അൺലിമിറ്റഡ് 5G എന്ന് പറയുന്നത് അടിപൊളിയാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാത്തിനും ഇൻ്റർനെറ്റ് വേണം, ജോലിക്ക് വേണം, പഠിക്കാൻ വേണം, പിന്നെ അല്ലാതെ വെബ് ബ്രൗസിങ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് എല്ലാം നമുക്ക് അത്യാവശ്യമാണ് ഇൻ്റർനെറ്റ്. അത് നമ്മളുടെ ഈ ടെലികോം കമ്പനിക്കാർ ഒരുപാടത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആവശ്യകത. ആ റീചാർജ്, അതായത് 350 രൂപ പുറത്തുള്ള ആ റീചാർജ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് 5G എന്ന് പറയുന്നൊരു ഓഫറാണ് അവർ തരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ഓഫർ കിട്ടില്ല. അതായത് നമ്മളിപ്പോൾ നെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10 മണി മുതൽ 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് 50% യൂസായി, 90% യൂസായി എന്ന് പറയുന്നൊരു മെസ്സേജ് വരാറുണ്ട് എയർടെലിൽ നിന്നും. അൺലിമിറ്റഡ് 5G നമുക്ക് തരുന്ന ആ ഒരു എയർടെലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുന്ന എന്തിനാണ്? അതായത് നമ്മളുടെ നെറ്റ് തീർന്നു പോയി. അതായത് നമ്മൾ ഡെയിലി 2GB 1GB 1.5GB ഒക്കെയാണ് നമ്മളുടെ ഒരു ലിമിറ്റ് വരുന്നത്. നമുക്ക് അൺലിമിറ്റഡ് ആണെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് വേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ആ മെസ്സേജ് വരുന്നു. അതിൻ്റെ കാരണം എന്തെന്നാൽ, 5G കാണിക്കുന്ന ഒരു ടവർ ലൊക്കേഷനിലും 5G അല്ല, 4G ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരിപ്പോൾ പറയുന്നത് അവരുടെ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആവുന്നത് 5G+ എന്ന് കാണിക്കുന്ന ഒരു ടവർ ലൊക്കേഷനിൽ വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് അങ്ങനെ ഒരു ഓഫർ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇത് പക്ക പറ്റിപ്പാണ്. ഞാൻ അവരുടെ കസ്റ്റമർ കെയറോട്ടൊക്കെ സംസാരിച്ചതാണ്. അവിടെ ഇരിക്കുന്നവർ പറയുന്നത് അവരുടെ ടെക്നിക്കൽ വിങ്ങുമായിട്ട് അവർ സംസാരിക്കട്ടെ, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. ഞാനൊരു 3-4 ദിവസമായിട്ട് വിളിക്കുന്നു. നോ സൊല്യൂഷൻ യെറ്റ്. അപ്പോൾ 5G+ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ. എറണാകുളത്തിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവിടെയൊന്നും 5G+ ഇല്ല. പിന്നെ ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലമാണ്, അവിടെയും 5G എന്നൊക്കെ കാണിക്കുന്നു, പക്ഷേ 5G+ ഇല്ല. ഞാൻ കൊല്ലം ടൗണിൽ പോയി നോക്കി, അവിടെയൊന്നും 5G+ ഇല്ല. എയർടെലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചതിയിൽ ആരും വീഴാതിരിക്കുക. അവരവരുടെ ആഡിൽ 5G+ എന്ന് കാണിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രം, അതായത് 5G+ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രമേ അൺലിമിറ്റഡ് 5G പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നൊരു ഒരു പരസ്യം അവരുടെ ആ ഒരു ഓഫറിൽ കാണിച്ചാൽ മതി. ആരും തെറ്റിദ്ധരിച്ച് പോയി റീചാർജ് ചെയ്യില്ല. അതുകൊണ്ട് ഇനി ആരും എയർടെലിൻ്റെ ഈ സ്പാമിൽ പെടരുത്. അവർ പക്ക പറ്റിപ്പാണ്. അവരുടെ ഈ ഒരു സ്പാമിനെ തിരിച്ചറിയുക, റീചാർജ് ചെയ്യാതിരിക്കുക. ഒരു മാസ് പെറ്റീഷൻ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് അവർക്ക് അയക്കുക. ഇതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അവരുടെ എയർടെൽ താങ്ക്സ് ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. അവരുടെ എയർടെൽ എക്സ്ട്രീം എന്ന് പറയുന്നൊരു OTT പ്ലാറ്റ്ഫോം ഉണ്ട് അവർക്ക്. അപ്പം അതൊന്നും ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ സ്പാമിൽ ആരും പെടരുത്. എയർടെലിൻ്റെ ഒരു വലിയ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ബൈ.